ഹാലേലുയ്യ, ഹാലേലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശു കർത്താവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കുന്ന വിഷയം യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിൽ 2-ാം അധ്യായം 13-ാം വാക്യം. കരുണയില്ലാത്തവരുടെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. കാരുണ്യം കാണിക്കാത്തവരുടെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിക്കുന്ന ദൈവമേ, ഈ നിമിഷങ്ങളിൽ അത്ഭുതകരമായി അവിടുന്ന് സ്പർശിക്കണമേ. ഓരോ ജീവിതങ്ങളെയും ഹൃദയങ്ങളെയും അവിടുന്ന് തന്നെ സ്പർശിക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. അന്ധകാരത്തിലിരിക്കുന്നവരെ അവിടുന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരണമേ. തിന്മയിലിരിക്കുന്നവരെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരണമേ. തഴക്ക ദോഷങ്ങളുടെ കോട്ടകൾ തകർക്കണമേ. ദൈവചിന്തയുടെ അഭിഷേകം നൽകണമേ. പ്രാർത്ഥനാ ചൈതന്യം അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ദൈവശക്തി പ്രവഹിക്കട്ടെ. തിന്മയുടെ കോട്ടകൾ അവിടുന്ന് ഇപ്പോൾ ഭേദിക്കണമേ. ബന്ധനങ്ങളെ മുറിക്കണമേ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ദൈവമക്കൾ അത്ഭുത അഭിഷേകം പ്രാപിക്കട്ടെ. കുടുംബങ്ങളിലേക്ക് അത്ഭുത അഭിഷേകം പ്രാപിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ഹൃദയങ്ങളിലേക്കും ദൈവത്തിന്റെ അത്ഭുത അഭിഷേകം പ്രാപിക്കട്ടെ. സമൂഹങ്ങൾ, വ്യക്തികൾ, കുടുംബങ്ങൾ ദൈവകൃപയാൽ ഇപ്പോൾ പൂരിതമാകട്ടെ. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹാലലുയ, 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 ഹാലലുയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് സ്ലീഹയുടെ ലേഖനം 2-ാം അധ്യായം 13-ാം തിരുലിഖിതം. കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രം കാരുണ്യം കാണിക്കുന്നുണ്ടോ അത്രയ്ക്കും കാരുണ്യം ദൈവത്തിൽ നിന്നും കിട്ടും, മനുഷ്യരിൽ നിന്നും കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായൊരു സംഭവമാണ്. ഒരു ദിവസം ഒരു ദൈവ പൈതൽ അച്ഛൻ്റെ അടുത്ത് ഒരു ദുഃഖം പറഞ്ഞു. അച്ഛാ, എനിക്ക് ഭവനമില്ല. ഞാൻ അന്ന് സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ തപ്പി നോക്കിയപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ ചില്ലിക്കാശും കൂടെ കൂട്ടിയെടുത്ത് ഉണ്ടായിരുന്നൊരു തുക അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഒരു 50,000 രൂപ അന്നുണ്ടായിരുന്നു. അത് മുഴുവനും എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ഭവന നിർമ്മാണത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ആ ഞെരുക്കം അച്ഛൻ്റെ അടുത്ത് അറിയിച്ചത്. ഏതാനും നാളുകൾ കഴിഞ്ഞു. ഇവിടെ ധ്യാനകേന്ദ്രത്തിൽ പുരുഷന്മാർക്ക് താമസിച്ച് ധ്യാനിക്കാൻ സ്ഥലമില്ലാതെ ഞെരുങ്ങുന്നൊരു സമയമായി. അപ്പോൾ ഒരു പുതിയ ഷെഡ് വെക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഒരു പുതിയ ഷെഡ് വെക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിറ്റേ ദിവസം ഒരു വ്യക്തി ഫോൺ ചെയ്ത് എന്നോട് പറയുകയാണ്, അച്ഛാ, അച്ഛൻ്റെ ഈ നിയോഗത്തിലേക്ക് ഞാൻ 2 ലക്ഷം ഉറുപ്പിക തരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. വീണ്ടും ആ 2 ലക്ഷം ഉറുപ്പികയുടെ പണി ചെയ്തു തീർത്തു. അപ്പോൾ ആ ഭിത്തിയൊക്കെ കെട്ടി ഇനി ബാക്കി അങ്ങനെ മെറ്റലിട്ട് ബാക്കി പണി ചെയ്യാൻ നിവൃത്തിയില്ലാതെ അങ്ങനെ ഫ്ലോറൊക്കെ മെറ്റലിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. മറ്റൊരു വ്യക്തി ആ സമയത്ത് അവിടെ കടന്നു വന്നു. ആ വ്യക്തി ഇത് കണ്ടു. ആ വ്യക്തി ഒരക്ഷരം പോലും ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ അദ്ദേഹത്തിന്റെ സ്വന്തം മനസ്സിൽ നിന്ന് ഉണ്ടായ ബോധ്യത്താൽ അന്ന് തന്നെ 50,000 രൂപയെടുത്ത് എൻ്റെ കയ്യിൽ തന്നു. അച്ഛാ, ഈ പണി വേഗം പൂർത്തിയാക്കുക. ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഞാൻ കണ്ട പാവപ്പെട്ട ഒരു മനുഷ്യനോട് ഞാൻ കരുണ കാണിച്ചപ്പോൾ ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ഞാൻ എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ എനിക്ക് അതുപോലെ ഇവിടെ ഒരു ഭവനം വെക്കേണ്ട സാഹചര്യം വന്നപ്പോൾ എൻ്റെ ആവശ്യത്തിൽ മനം തുറന്ന് ഉള്ളത് മുഴുവൻ എടുത്ത് സഹായിക്കാൻ തക്കവിധം അനേകർക്ക് എന്നോട് കരുണ തോന്നുകയാണ്. അനേകർക്ക് എന്നോട് ദയ തോന്നുകയാണ്. എൻ്റെ ആത്മീയ ശുശ്രൂഷ ജീവിതം ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴൊക്കെ ദയ കാണിച്ചിട്ടുണ്ടോ, ഞാൻ എപ്പോഴൊക്കെ കാരുണ്യം കാണിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം 10 മടങ്ങ് കാരുണ്യം എനിക്ക് മറ്റു വ്യക്തികളിൽ നിന്ന് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. മറ്റു വ്യക്തികളിൽ നിന്ന് ഞാൻ കാണിച്ചതിൻ്റെ 10 മടങ്ങ് കാരുണ്യം ദൈവം എനിക്ക് മറ്റു വ്യക്തികളിലൂടെ തിരിച്ചു തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരുണ്യം കാണിക്കാത്തവരുടെ മേൽ
കാരുണ്യരഹിതമായ വിധിയുണ്ടാകും. കാരുണ്യം കാണിക്കുന്നവർക്ക് കാരുണ്യം കിട്ടും. ഇവിടെ വലിയൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. അത് സങ്കീർത്തന പുസ്തകത്തിൽ 18-ാം അധ്യായം 25-ഉം 26-ഉം തിരുലിഖിതങ്ങളിൽ കുറച്ചും കൂടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 25-ഉം 26-ഉം തിരുലിഖിതങ്ങൾ ഈ മേഖലയെ വ്യാഖ്യാനിക്കുന്നു. വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തത പുലർത്തുന്നു, നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു, നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും വർത്തിക്കുന്നു. ഈ ജീവിതത്തിൽ ആർക്കെങ്കിലും ദൈവം ഒരു ക്രൂരമായ അനുഭവമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പഴയ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. നാം മറ്റുള്ളവരോട് ക്രൂരമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, നാം മറ്റുള്ളവരോട് ദുഷ്ടമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ദുഷ്ടതയുടെ മാർഗത്തിലൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ, എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം കരുണയുള്ള ദൈവമായി അനുഭവപ്പെടാൻ സാധ്യതയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആരോടൊക്കെ കരുണ കാണിക്കുന്നുണ്ടോ, ഞാൻ മറ്റുള്ളവരോട് എങ്ങനെയാണോ ഞാൻ എന്റെ സ്വഭാവം കാണിക്കുന്നത്, അതിനനുസരിച്ച് ദൈവത്തിൽ നിന്ന് നന്മ എനിക്ക് സ്വീകരിക്കാൻ പറ്റും. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ വാത്സല്യം, ദൈവത്തിന്റെ മനസ്സലിവ്, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ വിശുദ്ധി, ദൈവത്തിന്റെ നിഷ്കളങ്കത, ദൈവത്തിന്റെ വിശ്വസ്തത, ഇതെല്ലാം ഒരു ദൈവവൈതൽ എത്രമാത്രം കൂടുതൽ അനുഭവിക്കുന്നുവെന്ന് വചനം പഠിപ്പ് ഇങ്ങനെയാണ്. അദ്ദേഹം എത്രമാത്രം കൂടുതൽ പ്രാർത്ഥിക്കുന്നു എന്നതിന്റെ തോതനുസരിച്ചല്ല, എത്രമാത്രം മറ്റുള്ളവരോട് ഇതെല്ലാം കാണിക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നവർ, മറ്റുള്ളവരോട് വിശ്വസ്തത കാണിക്കുന്നവർ, മറ്റുള്ളവരോട് വാത്സല്യം കാണിക്കുന്നവർ, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്നവർ, മറ്റുള്ളവരോട് നന്മ കാണിക്കുന്നവർക്ക് അതിനനുസരിച്ചും അതിലധികവും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ നന്മയും ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന്റെ സ്നേഹവും മറ്റ് വ്യക്തികളിലൂടെയും മറ്റു കുടുംബങ്ങളിലൂടെയും ഈ ലോകത്തിൽ വെച്ചും ദൈവം നേരിട്ട് പരലോകത്തിൽ വെച്ചും ആ വ്യക്തിക്ക് സമൃദ്ധമായി നൽകുമെന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. കാരുണ്യം കാണിക്കാത്തവരുടെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും. ഞാൻ ഒട്ടും കാരുണ്യം കാണിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ ദയ ഒട്ടും അനുഭവപ്പെടുകയില്ല. എല്ലാവരും എന്നോട് ക്രൂരമായി പെരുമാറുന്നത് പോലെ അനുഭവപ്പെട്ടുവെന്ന് വന്നേക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കുറച്ചും കൂടെ വ്യക്തമായി യേശുക്രിസ്തു നമുക്ക് പ്രബോധനമായി നൽകുന്നുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 37-ഉം 38-ഉം തിരുലിഖിതങ്ങളിലാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 37-ഉം 38-ഉം തിരുലിഖിതങ്ങൾ വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം ചെയ്യരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും, കൂടുതലും കിട്ടും. പ്രൈസ് ദി ലോർഡ്. അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും, കൂടുതലും കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ എൻ്റെ ദൈവത്തോട് നിഷ്കളങ്കമായി പെരുമാറിയാൽ, ഞാൻ എൻ്റെ ദൈവത്തോട് വിശ്വസ്തമായി പെരുമാറിയാൽ, ഞാൻ എൻ്റെ സഹോദരങ്ങളോട് കാരുണ്യത്തോടെ പെരുമാറിയാൽ, ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കാരുണ്യവും 10 മടങ്ങായി ദൈവത്തിൽ നിന്നും മറ്റ് സഹോദരങ്ങളിൽ നിന്നും സ്വീകരിക്കാൻ എൻ്റെ ജീവിതകാലത്ത് തന്നെ ദൈവം എനിക്ക് ഇടവരുത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഉയർച്ചയുടെ അടിസ്ഥാനം ആ വ്യക്തിയുടെ സാമർഥ്യമാണ് തെറ്റിദ്ധരിക്കരുത്, ആ വ്യക്തിയുടെ ആരോഗ്യമാണ് തെറ്റിദ്ധരിക്കരുത്. എന്താണ് ഒരു ദൈവപൈതലിനെ ഈ ഭൂമിയിൽ ഉയർത്തുന്നത്? റോമാലേഖനം 9-ാം അധ്യായം 16-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുന്ന പ്രകാരമാണ്: മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ഞാൻ എല്ലുമുറിയെ പണിയെടുത്തു എന്ന് വിചാരിച്ച് പല്ലുമുറിയെ തിന്നാമെന്ന് കരുതണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ചത്തു പണിയെടുത്തു എന്ന് വിചാരിച്ച് വാനോളം ഉയരുമെന്ന് പ്രതീക്ഷിക്കരുത്. അത് ദൈവവചന പ്രബോധനമല്ല. ദൈവത്തിന്റെ വചന ദൈവമക്കളെ പഠിപ്പിങ്ങനെയാണ്: മനുഷ്യന്റെ പ്രയത്നമല്ല, മനുഷ്യന്റെ ആഗ്രഹമല്ല, ദൈവത്തിന്റെ ദയയാണ് ഒരു ദൈവപൈതലിനെ ഉയർത്തുന്നത്. ഒരു വ്യക്തിക്ക് എത്രമാത്രം ദൈവത്തിന്റെ ദയ ലഭിക്കും? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തിന്റെ ദയ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ പറ്റും? വചനം നന്നായി പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും: നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളക്കപ്പെടും. നിങ്ങൾ മറ്റുള്ളവരോട് ദയ കാണിച്ചാൽ, നിങ്ങൾ മറ്റുള്ളവരോട് കാരുണ്യം കാണിച്ചാൽ, നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുന്ന കാരുണ്യത്തിനും നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ദയക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ ദയ കിട്ടും. പ്രൈസ് ദി ലോർഡ്.
നിങ്ങൾ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരോട് മനസ്സലിവ് കാണിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരോട് ഹൃദയത്തുറവില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ദൈവത്തിന്റെ അടുത്തും നിങ്ങൾ ഇതേ അനുഭവം തന്നെയായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന കൂടുതൽ അനുഭവമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ദയ കൂടുതൽ അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വാത്സല്യം കൂടുതൽ അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ നിഷ്കളങ്കതയും ദൈവത്തിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ വിശ്വസ്തതയും കൂടുതൽ 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 അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കൂടുതൽ കൂടുതൽ ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക നന്മകൾ അനുഭവിക്കാനും ആ അനുഭവത്തിൽ നിലനിൽക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ നന്മകൾ, ദൈവത്തിന്റെ ഈ നന്മകൾ നിങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് മറ്റുള്ളവരോട് പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കണം, മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. സ്വീകരിക്കാനുള്ള ഏക മാനദണ്ഡം കൊടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊടുക്കുന്നവർക്ക് കൊടുക്കുന്ന പാത്രത്തിന്റെ അളവനുസരിച്ചും അതിനേക്കാൾ അധികവും ദൈവത്തിൽ നിന്ന് എടുക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവത്തിന്റെ ഭാഗത്ത് ദയയ്ക്ക് കുറവില്ല, ദൈവത്തിന്റെ ഭാഗത്ത് കരുണയ്ക്ക് കുറവില്ല. ദൈവം കരുണാ സമുദ്രമാണ്. എന്നാൽ ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ എടുക്കാനുള്ള പാത്രമാണ് ഞാൻ എത്രമാത്രം ദയ മറ്റുള്ളവരോട് കാണിക്കുന്നുണ്ട് എന്നുള്ളത്, ഞാൻ എത്രമാത്രം കരുണ മറ്റുള്ളവരോട് കാണിക്കുന്നുണ്ട് എന്നുള്ളത്. എൻ്റെ മക്കളോട്, എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മാതാപിതാക്കന്മാരോട്, എൻ്റെ അയൽക്കാരോട്, എൻ്റെ സഹപ്രവർത്തകരോട്, എൻ്റെ ദേശത്തുള്ളവരോട്, ഞെരുക്കത്തിലിരിക്കുന്നവരോട്, പാവപ്പെട്ടവരോട്, തൊഴിലാളികളോട്, മേലധികാരികളോട്, എൻ്റെ ജീവിതത്തിൽ എന്നെ ചുറ്റിപ്പറ്റിയുള്ള എൻ്റെ സഹപ്രവർത്തകരോടും എൻ്റെ കൂടെയുള്ളവരോടും എത്രമാത്രം ദയയും കാരുണ്യം കാണിക്കുന്നു, അത്രയും ദയവും കാരുണ്യവും എന്റെ ദൈവം എനിക്ക് തരും എന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ട് വിശുദ്ധ ലിഖിതം ദൈവമക്കൾക്ക് നൽകുന്ന വ്യക്തമായൊരു പ്രബോധനം മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 7-ാം വാക്യത്തിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർക്ക് കരുണ കിട്ടും, കരുണയില്ലാത്തവർക്ക് കരുണ കിട്ടില്ല എന്ന് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. യാക്കോബ് 2:13 കാരുണ്യമില്ലാത്തവരുടെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാവും, കരുണയുള്ളവർക്കോ കരുണ കിട്ടും. മത്തായി 5:7 കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. അതുകൊണ്ട് യേശുക്രിസ്തു ഒരു വലിയ കൽപ്പന ദൈവമക്കൾക്ക് നൽകി. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്രമാത്രം കരുണ ഞാൻ മറ്റുള്ളവരോട് കാണിക്കണം, ഞാൻ എത്രമാത്രം വലിയ പാത്രം, കരുണ സ്വീകരിക്കാനുള്ള പാത്രം, എത്രമാത്രം വലിയ പാത്രം ഞാൻ ഉണ്ടാക്കണം. യേശുക്രിസ്തു ഒരു സ്കെയിൽ, ഒരു മാനദണ്ഡം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം തിരുലിഖിതം, ലൂക്ക 6:36. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദയാലുവായിരിക്കാൻ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിന്റെ പുസ്തകം 12:19 നീതിമാൻ ദയാലുവായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നീതിമാൻ ദയാലുവായിരിക്കണം, ദൈവ പൈതൽ ദയാലുവായിരിക്കണം, ദൈവ പൈതൽ കരുണയുള്ളവനായിരിക്കണം, ദൈവ പൈതൽ കരുണയുടെ ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കണം. ദൈവമേ, കരുണയുടെ ഹൃദയം തരണമേ, കരുണയുടെ അഭിഷേകം തരണമേ. എല്ലാവരോടും ദയ കാണിക്കാൻ, എല്ലാവരോടും വാത്സല്യം കാണിക്കാൻ, എല്ലാവരോടും സ്നേഹം സമൃദ്ധമായി നൽകുന്ന, എല്ലാവരോടും ദയയുള്ള ജീവിതം നയിക്കുന്ന ദയയുടെ അഭിഷേകം നൽകണമേ. കഠിന ഹൃദയങ്ങളെ ഇന്ന് ഈ നിമിഷം സ്പർശിക്കണമേ കർത്താവേ. ക്രൂരമായി പെരുമാറുന്നവർ, ദുഷ്ടമായ വഴികളിലൂടെ നടക്കുന്നവർ, എത്രയോ എത്രയോ ഭാഗ്യഹീനമായ മാർഗങ്ങളിലാണ് അവലംബിക്കുന്നത് കർത്താവേ. ദുഷ്ടനോട് ക്രൂരമായ അനുഭവമാണല്ലോ അവിടുന്ന് കൊടുക്കുന്നത് കർത്താവെ. ഈ ജീവിതത്തിൽ അങ്ങിൽ നിന്നും സഹചര്യത്തിൽ നിന്നും ദയ അനുഭവിക്കാൻ, കരുണ അനുഭവിക്കാൻ, വാത്സല്യം അനുഭവിക്കാൻ, നന്മ അനുഭവിക്കാൻ ഞങ്ങൾ അതെത്രമാത്രം കൊടുക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണല്ലോ. ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. എല്ലാ കുടുംബങ്ങളിലും തമ്മിൽ തമ്മിൽ കരുണയും വാത്സല്യവും മനസ്സലിവുമുള്ള ബന്ധങ്ങളുണ്ടാകട്ടെ, തമ്മിൽ മനസ്സലിവുള്ള ബന്ധങ്ങളുണ്ടാകട്ടെ. പാവപ്പെട്ടവരുടെ ഞെരുക്കങ്ങളിൽ മനസ്സലിവുണ്ടാകട്ടെ, ദുരിതം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ മനസ്സലിവുണ്ടാകട്ടെ, വേദനിക്കുന്നവരെ കാണുമ്പോൾ മനസ്സലിവുണ്ടാകട്ടെ. സകലരോടും അലിവുള്ള ഹൃദയം നൽകണമേ, അലിവുള്ള മനസ്സ് നൽകണമേ, ആർദ്രത നൽകണമേ. കഠിന ഹൃദയം, ദുഷ്ടത നിറഞ്ഞ ഹൃദയം, ക്രൂരമായ ഹൃദയം, പലതരത്തിലുള്ള വൈരാഗ്യം നിറഞ്ഞ ഹൃദയങ്ങൾ, ഇതെല്ലാം അവിടുന്ന് സ്പർശിക്കണമേ. അവിടുന്ന് ഇപ്പോൾ പുതിയ ഹൃദയങ്ങൾ നൽകി ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയങ്ങളെ സ്പർശിക്കുന്ന കർത്താവേ, ഇപ്പോൾ അവിടുന്ന് ശുദ്ധജലം തളിക്കണമേ. ശിലാതുല്യമായ ഹൃദയം എടുത്ത് മാറ്റി മാംസളമായ ഹൃദയം
നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ പൊൻകരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളെ സമർപ്പിച്ച് ആരാധിക്കുന്നു. ഞങ്ങളുടെ തകർച്ചകളെ സമർപ്പിച്ച് ആരാധിക്കുന്നു. നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളുമെന്ന് തിരുവചനത്തിന്റെ ശക്തിയും യോഗ്യതയും ഞങ്ങളിലേക്ക് അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അങ്ങയുടെ വലിയ പരിപാലനയും സ്നേഹത്തെ ഓർത്ത് ഞങ്ങളുടെ ഭാരങ്ങളും ഞങ്ങളുടെ പാപങ്ങളും ഏറ്റെടുക്കുന്ന അങ്ങയുടെ വലിയ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ഭാരങ്ങളും ദുഃഖങ്ങളും കർത്താവേ അങ്ങയുടെ ശക്തമായ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴ് നീ താഴ്മയോടെ വർത്തിക്കുവിൻ. തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളുമെന്ന് തിരുവചനത്തിന്റെ ശക്തിയും യോഗ്യതയും ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ. ഓ തമ്പുരാനെ, ഞങ്ങളുടെ രോഗപീഠകളിലേക്ക് അങ്ങയുടെ സൗഖ്യത്തിന്റെ ശക്തി നിറയ്ക്കണമേ. ഞങ്ങളുടെ എല്ലാ തകർച്ചകളിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറച്ച് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. എല്ലാ രോഗങ്ങളും എല്ലാ ഭാരങ്ങളും എല്ലാ സങ്കടങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൈകളിലേക്ക് സമർപ്പിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയുടെ വലിയ ശക്തിയും അങ്ങയുടെ വലിയ അഭിഷേകവും ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ. ഓ ദൈവമേ, അങ്ങയുടെ വലിയ കാരുണ്യം ഞങ്ങളിലേക്ക് വർദ്ധിക്കണമേ. ഞങ്ങളുടെ ഭാരങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിത്യസ്തുതിക്ക് യോഗ്യനേ, ആരാധന, ആരാധന, പരിശുദ്ധമാം ദിവ്യകാരുണ്യമേ, ആരാധന, ആരാധന. എൻ്റെ ഫ്രാൻസിസ് കല്ലാനോടാണ് വീട്. എൻ്റെ കയ്യിൽ ഒരു 25 കൊല്ലമായിട്ട് ഒരു മുഴയുണ്ടായിരുന്നു. 25 വർഷമാണ്. ഇന്നലെ മുതൽ അതിന് കുറഞ്ഞു, ഇന്നിപ്പോ തീരെ ഇല്ലെന്നായി. 25 വർഷമുള്ള മുഴ കർത്താവ് സുഖപ്പെടുത്തി. ഹല്ലേലൂയ, കൈയടിച്ച് ഈശോയെ ആരാധിക്കാം.
ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എൻ്റെ പേര് വിൻസൻ, തൃശ്ശൂർ ജില്ല. എനിക്ക് അലർജി രോഗം ഉണ്ടായിട്ട് 10-15 കൊല്ലമായിട്ടുണ്ട്. എനിക്ക് മരത്തിന്റെ പണിയാണ്. എപ്പോൾ കാലത്ത് ഏറ്റാലും തുമ്മലാണ്. തുമ്മി കഴിഞ്ഞാൽ മണിക്കൂറുകൾ പിടിക്കും. പിന്നെ കാലും കഴക്കും, പണിയാനൊന്നും പറ്റില്ല. അങ്ങനെയാണ്. ഇപ്പൊ ഇവിടേക്ക് ഞാൻ ധ്യാനത്തിന് വരുമ്പോൾ ഗുളിക കഴിഞ്ഞു. അപ്പൊ മേടിക്കുന്നത് വെച്ച് പോന്നു. പക്ഷെ 3 വണ്ടി കയറി വന്നിട്ടും മേടിക്കാൻ സമയം കിട്ടിയില്ല. ഇപ്പൊ ഇവിടെ വന്ന് ഇപ്പൊ ഈ പച്ചവെള്ളത്തിൽ പുലർച്ചയ്ക്കൊക്കെ കുളിച്ചു. ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 18 വർഷമായുള്ള അലർജി രോഗം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തണുപ്പിന്റെ അലർജി, തുമ്മൽ എന്ന് പറഞ്ഞാൽ 1-2 തുമ്മലല്ല, അത് മണിക്കൂറുകൾ പിടിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞൊരു സാഹചര്യം. എന്നാൽ ഇവിടെ വന്ന് കടുത്ത തണുപ്പ്, ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തണുപ്പ്, പതിവില്ലാത്ത തണുപ്പ് ഈ വർഷം ഈ ദിവസങ്ങളിൽ. എപ്പോഴും എനിക്ക് മനസ്സിലായി എന്തിനു വേണ്ടിയായിരുന്നു എന്ന്. Praise the Lord. Praise the Lord. എന്റെ പേര് തങ്കച്ചൻ. എനിക്ക് ചെപ്പൂളം എന്ന സ്ഥലത്ത് താമസിക്കുന്ന തൊഴിൽ. എനിക്ക് ജന്മന ഉണ്ടായിരുന്ന ഒരു കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടായിരുന്നു. അതിവിടെ വന്ന് ധ്യാനത്തിന് ഇപ്പൊ കുംസാരം കഴിഞ്ഞു കഴിഞ്ഞ് കൗൺസിലിങ്ങിന് പോയി. ആ സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കാഴ്ച പൂർണ്ണമായിട്ട് തെളിഞ്ഞു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജന്മന ഒരു കണ്ണിന് കാഴ്ചശക്തി കുറവുണ്ടായിരുന്നു, അത് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരം.